വീണ്ടും അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും അങ്ങയുടെ വചനം പങ്കുവയ്ക്കാനും വചനം ശ്രവിക്കാനും വചനം ധ്യാനിക്കാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ സ്വർഗത്തിൻ്റെ മക്കളാക്കി മാറ്റിക്കൊണ്ട് ഈ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും അതിൻ്റെ സ്വാധീനങ്ങളോടും സ്വഭാവങ്ങളോടും ആധിപത്യങ്ങളോടും കൂടി തിരിച്ചറിഞ്ഞ് അതിനെ പരാജയപ്പെടുത്തി വിശുദ്ധമായ ജീവിതം ജീവിക്കുവാൻ വേണ്ടിയാണല്ലോ തിരുവചനങ്ങളിലൂടെ അങ്ങ് എപ്പോഴും ഞങ്ങളോട് സംസാരിക്കുക. അങ്ങയുടെ വചനത്തിന് ശക്തി മനസ്സിലാക്കാൻ, അതിനനുസരിച്ച് ഒരു ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ഇടം വലം തിരിയാതെ ആത്മീയമായ ചൈതന്യത്തോടെ വളരാൻ വേണ്ട വലിയ അനുഗ്രഹം അവിടുത്തെ മക്കളായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ. അങ്ങ് ദാനമായി ജ്ഞാനം നൽകുന്നില്ലെങ്കിൽ ഞങ്ങളെങ്ങനെ മനസ്സിലാക്കും? സ്വർഗീയമായ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരണം. അടുത്തുള്ള കാര്യങ്ങൾ വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചല്ലാതെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എങ്കിൽ പിന്നെ സ്വർഗീയ കാര്യങ്ങൾ ഞങ്ങളെങ്ങനെ അറിയും? അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം കർത്താവേ. ഈ നിമിഷങ്ങൾ അങ്ങയുടെ മക്കളായ ഞങ്ങൾ വലിയ ദാഹത്തോടെ സ്വർഗീയ രഹസ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് അല്പസമയം നമ്മൾ ധ്യാന വിഷയമായിട്ട് എടുക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഈശോ ആത്മീയ അന്ധതയെക്കുറിച്ച് പറയുന്ന വചനഭാഗമാണ്. ആത്മീയ അന്ധത, അതിന് പശ്ചാത്തലമായിട്ട് കുറേ സംഭവം. ഈ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം ഒരു ദീർഘമായ നീണ്ടൊരു അധ്യായമാണ്. അവിടെ മുഴുവൻ കാണുന്നത് ഒരു കർത്താവ് പ്രവർത്തിച്ച ഒരു അത്ഭുതത്തിൽ കേന്ദ്രീകൃതമായ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രീകൃതമാണ് എല്ലാം. ബാക്കിയെല്ലാം സംഭവം നമുക്കറിയാം. ഒരു അന്ധനെ കാണുമ്പോൾ സ്ലീഹന്മാർ ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവേ, ഇവൻ അന്ധനായിട്ട് ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമാണോ? അതവിടുത്തെ ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ ഇവനെ സംബന്ധിച്ച് ഇവൻ അന്ധനായി തീർന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ശക്തി ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് ഇവൻ അന്ധനായിട്ട് ജനിച്ചിരിക്കുന്നത് എന്ന് കർത്താവ് പറയണം. പ്രിയപ്പെട്ടവരെ, അവൻ്റേതായ അവസ്ഥയിൽ അവൻ അന്ധനായി പോയതിൻ്റെ കാരണം ഈശോ പറഞ്ഞിട്ട് ഈശോ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ഈശോ നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി, എന്നിട്ട് പറഞ്ഞു സീലോഹായി പോയി കഴുകുക എന്ന് പറഞ്ഞ് അവനെ സീലോഹായിലേക്ക് അയച്ചു. അവൻ കാഴ്ച ശക്തിയുള്ളവനായി, അവന് കാഴ്ച തിരിച്ചു കിട്ടി. അവനെ കണ്ടപ്പോൾ അവനെ പരിചയമുള്ളവരും അയൽപക്കക്കാരും ഒക്കെ ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നവനെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. എങ്ങനെ നിനക്ക് സൗഖ്യം കിട്ടി? അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് എന്നെ ഇതുപോലെ ചെയ്തു, പോയി കഴുകാൻ പറഞ്ഞു, ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച കിട്ടി. പ്രിയപ്പെട്ടവരെ, അവർക്ക് അങ്ങോട്ട് മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ പറ്റുന്നില്ല. വീണ്ടും അവനെ ഫരിസേയരുടെ അരികിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. ഫരിസേയർ അവനെ വീണ്ടും ചോദിക്കുകയാണ്, എങ്ങനെ നിനക്ക് കാഴ്ച കിട്ടി? അവൻ വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷേ ഫരിസേയർ അവിടെ ഈശോയെ അംഗീകരിക്കാതെ, കർത്താവിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാതെ, യേശുവിനെ സ്വന്തമാക്കാതെ അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിക്കാതെ അവർ ഈശോയിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്താണ്? അന്ന് സാബത്തായിരുന്നു. സാബത്തിൽ രോഗശാന്തി നൽകിയത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയമായ അന്ധതയിൽ ഇവർ കർത്താവിനെ തിരസ്കരിച്ച്, കർത്താവിനെ ബഹിഷ്കരിച്ച്, കർത്താവിനെ പാപിയായി കുറ്റക്കാരനായിട്ട് കുറ്റം ചുമത്തുകയാണ്. അപ്പോൾ അവിടെ തർക്കമുണ്ടായി. പാപിയായവന് എങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയേറെ തർക്കം അവിടെ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈശോയെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതായത് കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി, ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാനോ അത് അംഗീകരിക്കാനോ യേശുവിനെ അംഗീകരിക്കാനോ പറ്റാത്ത വിധത്തിലുള്ള ഒരു കഠിനമായ ആത്മീയമായ അന്ധത അല്ലെങ്കിൽ ബന്ധനം അവരിൽ ഉണ്ട്. അതുകൊണ്ട് ഈശോ അവരെ വളരെ ശക്തമായിട്ട് തന്നെ ഈശോ പറയുന്നുണ്ട്. അവരെക്കുറിച്ച് പറയാം, അന്ധരാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ വീണ്ടും അവൻ്റെ ആ അന്ധൻ്റെ മാതാപിതാക്കളെ കൊണ്ടുവരുന്നുണ്ട്. മാതാപിതാക്കളോട് ചോദിക്കുക, ഇവനെങ്ങനെ കാഴ്ച കിട്ടി? അപ്പോൾ അവരും ഒരു പ്രത്യേക ഈശോയെ ഏറ്റുപറയാൻ അവർക്ക് മനസ്സില്ല. അവരെന്താ പറയണേ? അവർ പറയാണ്, ഇവൻ ഞങ്ങളുടെ മോൻ തന്നെയാണ്, അവന് ജന്മന കാഴ്ചയില്ലായിരുന്നു, ഇപ്പോൾ അവൻ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ അവർക്കറിയാം ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ്, ദൈവത്തിൻ്റെ ദാനമാണ്,
ദൈവം ഇടപെട്ടത് കൊണ്ടാണ് തങ്ങളുടെ മകന് സൗഖ്യം കിട്ടിയത്, കാഴ്ച കിട്ടിയത്. അവർക്കത് ഏറ്റുപറഞ്ഞെന്താ? പക്ഷേ അവിടെ നമുക്കറിയാം, യേശുവിനെ ക്രിസ്തുവായിട്ട് ഏറ്റുപറയുന്നവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുമെന്ന് യഹൂദർ തീരുമാനമെടുത്തിട്ടുണ്ട്, ഫരിസേയർ. അതുകൊണ്ട് അവർക്ക് ആ ഫരിസേയരുടെ കൂട്ടായ്മയിൽ നിന്ന്, യഹൂദരുടെ കൂട്ടായ്മയിൽ നിന്ന്, സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള മനസ്സില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നമ്മൾ ഏറ്റുപറയുമ്പോൾ, യേശുവിനെ അംഗീകരിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പല ഇടങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെടും, ചിലപ്പോൾ തള്ളിക്കളയപ്പെടും, ചിലപ്പോഴൊക്കെ ഉപേക്ഷിക്കപ്പെടും. ഇതിനൊന്നും ഇവർക്ക് ഒരു മനസ്സിലാത്ത അവസ്ഥ. അതുകൊണ്ട് അവർ ഒരു ഒഴിഞ്ഞു മാറിയിട്ട് പറഞ്ഞു, അവന് പ്രായമായല്ലോ, അവനോട് തന്നെ നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അവരങ്ങൾ ഒഴിഞ്ഞു മാറുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ആത്മീയമായ അന്ധതയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ അവയവങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന്, ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തിന് ഹിതമെന്തെന്ന് ആരാഞ്ഞ് ദൈവത്തിൻ്റെതായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, ഇതൊക്കെ മറന്ന് ജീവിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മളാരും രക്ഷപ്പെടുത്തുന്നത് മാത്രമല്ല, ആത്മീയമായ വലിയ അന്ധതയിൽ നമ്മൾ വീണു പോവുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ധ്യാനത്തിന് വന്ന ഒരു സഹോദരി ഒത്തിരിയേറെ തകർന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉപേക്ഷിച്ചു, മക്കൾ ഉപേക്ഷിച്ചു. ഇന്ന് ഒരു ധ്യാന കേന്ദ്രത്തിൽ വളരെയേറെ വേദനയോടുകൂടി ഈ മകൾ താമസിക്കുക. ഈ മകളുടെ അവസ്ഥ ഇതാ. അപ്പം ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ സഹോദരി പറയായിരുന്നു, ദോഷം മാറ്റാൻ വേണ്ടി ഒത്തിരിയേറെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, തകർച്ചകൾ, രോഗപീഠകൾ, അസ്വസ്ഥതകൾ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഈ ദോഷം മാറ്റാൻ വേണ്ടി ഈ സ്ത്രീ ഭർത്താവിൻ്റെ കൂടെ പല മന്ത്രവാദത്തിനും കൂടോത്രത്തിനും ക്ഷുദ്രപ്രവർത്തികൾക്കും പല സ്ഥലങ്ങൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടെന്ന് പറയാം. കുറേ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞു. അവിടെ ചെന്നിട്ട് എന്താ പറയുക, കാണിച്ചു കൂട്ടിയ കർമ്മങ്ങൾ, അതിൻ്റെ പിന്നാലെ ഇതിൻ്റെ പിന്നെ ആ ഹോമം, ഈ മന്ത്രം, ആ ജപം, അത് കുറേ വെള്ളം കുടിച്ചു, കുറേ ഭക്ഷണം കഴിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഈ സ്ത്രീ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിനല്ലാതെ ദോഷം മാറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? യേശു ക്രിസ്തുവിനല്ലാതെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം മാറ്റാനോ തകർച്ച മാറ്റാനോ ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റത്തില്ല. ഇതറിയാമായിരുന്നു എന്ന് വെച്ചു. അതൊക്കെ അറിയാമായിരുന്നു വെച്ചാൽ പിന്നെന്താണ്? പിന്നെ എന്തുകൊണ്ടാണ് ചേച്ചി ഈ ഭർത്താവിൻ്റെ പിന്നാലെ ഈ ദോഷം മാറ്റാൻ വേണ്ടി അവിടെയും ഇവിടെയൊക്കെ പോയി ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്? അപ്പോൾ സഹോദരി പറയാ, ഭർത്താവിനെ വേദനിപ്പിക്കണ്ടല്ലോ, വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഭർത്താവിനെ അനുസരിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അംഗീകരിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിനു വേണ്ടി, സത്യവിശ്വാസത്തിനു വേണ്ടി, പ്രമാണം ലംഘിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ശക്തമായ നിലപാടുകൾ നമ്മൾ എടുക്കണം. നമ്മൾ ഒന്നാം സ്ഥാനം ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ആരാധിക്കണം. ആ ദൈവത്തെ മാത്രമേ പൂജിക്കാവൂ, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യവചനം പറയുമ്പോൾ അതിനെ മറന്നിട്ട് ലോകത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, സമൂഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, കുടുംബത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരിക്കൽ പോലും ദൈവത്തെ വിടരുത്. ഞാൻ ആ സഹോദരി പറഞ്ഞു, ദൈവത്തെ വിടാതിരിക്കാൻ വേണ്ടി ആ വീട്ടിൽ കിടന്ന് എതിർത്ത് മരിച്ചാൽ അതിനുവേണ്ടി മാത്രം, അല്ലാതെ മറ്റു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. ദൈവത്തെ വിട്ട് അന്യ ദൈവത്തിൻ്റെ പിന്നാലെ മന്ത്രവാദത്തെ, കാരണം ഈ മന്ത്രവാദത്തിനും കൂടോത്രത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പിശാചിനെ വിളിച്ചു വരുത്തി കുടുംബത്തിൽ കുടിയിരുത്തുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ദോഷം മാറ്റത്തൊന്നുമില്ല. അത് പിന്നീട് വലിയ ദോഷങ്ങൾക്ക്. ഇന്ന് അതാണ് സംഭവിച്ചത്. ഇന്നെന്താ പറ്റിയ? എല്ലാത്തിൻ്റെ പിന്നാലെ പോയി. ഇന്ന് ആ മുതുപിശാചുക്കളൊക്കെ വീട്ടിലേക്ക് കടന്നു വന്ന് ഇന്ന് ഭർത്താവ് വിളിക്കുന്നത്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട് ആ സഹോദരിക്ക്. ഈ 3 മക്കളും ഒരുമാതിരി പ്രായപൂർത്തിയായ മക്കളാ. ഈ 3 മക്കൾക്കും ഈ സ്ത്രീയെ വേണ്ട. വിളിക്കത്തില്ല, അന്വേഷിക്കത്തില്ല, സംസാരിക്കത്തില്ല. 3 മക്കൾക്കും വേണ്ട. അത്രമാത്രം. ഞാൻ ഓർക്കുക, ഈ അപ്പനിങ്ങനെയായി പോട്ടെ, ഈ 3 മക്കളും ഇതുപോലെ ഈ സ്ത്രീയെ അങ്ങോട്ട് വെറുക്കണമെങ്കിൽ അല്ലെങ്കിൽ അകലണമെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ പൈശാചികതയല്ലേ, മാനുഷികത പോലുമല്ല. ഒരു മാനുഷികതയാണെങ്കിൽ ഒരമ്മയോട് ഏതെങ്കിലും ഒരു മോന് അമ്മ ഒറ്റപ്പെടുത്തപ്പെട്ടു, ഒരു പാവ അമ്മ, ഒരു സഹതാപം മാനുഷികമായിട്ട് തോന്നിയേക്കാം. അതെങ്കിലും. പക്ഷേ ഇത് മുഴുവൻ പൈശാചികതയാണ്. അങ്ങനെ ഈ പൈശാചികത കടന്നു വന്നു. അതൊക്കെ തന്നെയും ഞാൻ പറഞ്ഞാൽ ഈ മന്ത്രവാദത്തിൻ്റെയും ഈ ക്ഷുദ്രപ്രയോഗത്തിൻ്റെയും ഈ പൈശാചിക ആരാധനയിലൂടെയും അതുമായിട്ട് ബന്ധപ്പെട്ട് പല ഇടങ്ങളിൽ പോയി കുറേ തിന്ന് കുടിച്ച് പൂജ ചെയ്ത് ഹോമിച്ച് മന്ത്രിച്ച് ഈ പിശാചുമായിട്ടുള്ള ശക്തമായ ബന്ധം പുലർത്തി
ഈ കുടുംബത്തിലേക്ക് ഈ അരൂപികളെ കൊണ്ടുവന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ ശക്തമായ ആത്മീയമായ അന്ധതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈശോ പറയുക, ഈശോ അതായത് ആ അന്ധൻ തന്നെ 30 മുതൽ 34 വരെ വാക്യങ്ങൾ, 9-ാം അധ്യായം 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഈ അന്ധൻ്റെ ഒരു വചനപ്രഘോഷണമുണ്ട്. അന്ധൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവൻ കാഴ്ചയുള്ളവനാ. അവൻ എന്നിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് തൻ്റെ അന്ധത തന്നെ സുഖപ്പെടുത്തി ദൈവമായ കർത്താവിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ലോകചരിത്രത്തിൽ ഒരുവൻ പോലും കാഴ്ചയുള്ളവൻ കാഴ്ചയില്ലാത്തവന് കാഴ്ച കേട്ടിട്ടില്ല. ഒരു പാപം ചെയ്തവന് എങ്ങനെ കാഴ്ച കൊടുക്കാൻ പറ്റും? പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, എന്നാൽ നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇവൻ നീതിമാനാ, ഇവൻ ദൈവമാ, ശക്തനായ കർത്താവാ, എല്ലാത്തിനും ആധിപത്യമുള്ളവനാ എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ അവൻ ഏറ്റുപറയാം. കർത്താവിനെ അവൻ ഏറ്റുപറയാം. എല്ലാവരും അവരത്തിൽ അപാവികാരുണ്ട്. നീ ഒന്നും അവസാനം ഉണ്ടല്ലോ, അവനെ കുറിച്ച് പറയാം, വെറും പാപത്തിൽ ജനിച്ച നീ ഞങ്ങളെ പഠിപ്പിക്കുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് അവനെ അവർ ആ സിനഗോഗിൽ നിന്ന് പുറത്താക്കി. അവനെ പുറത്താക്കി. പക്ഷേ അവൻ അല്പം പോലും കർത്താവിനെ തള്ളിപ്പറയാൻ മനസ്സ് കൊടുക്കുന്നില്ല. വീണ്ടും അവനെ ഈശോ കാണുമ്പോൾ ഈശോ അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? അപ്പോൾ അവനറിയത്തില്ല. ഈശോ പറഞ്ഞു, കർത്താവ് വിശ്വസിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാനാണ് യഥാർത്ഥത്തിൽ ദൈവം, കർത്താവ്, ക്രിസ്തു. ഈശോ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിന് തന്നെ സമർപ്പിക്കുക. അതിനുശേഷം ഈശോ പറയുന്നുണ്ട്, കാഴ്ചയുള്ളവർ അന്ധരാക്കപ്പെടുകയും അന്ധരായവർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്യപ്പെടുന്നൊരവസ്ഥയുണ്ട്. കാഴ്ചയുള്ളവർ അന്ധരായി പോയിരിക്കുന്ന അവസ്ഥ. ഇതാണ് കർത്താവ് ഈ ആത്മീയമായ അന്ധതയെക്കുറിച്ച് പറയുക. കാഴ്ചയുള്ളവർ അന്ധരായി പോകുന്ന ഒരു ഗതികെട്ട ദുരന്തം ശരിക്കും ധ്യാനിച്ചാൽ മതി. കാഴ്ചയുള്ളവർ എങ്ങനെ അന്ധരായി പോകും? അതായത് നമ്മൾ കാണുന്നുണ്ട്, ബാഹ്യമായ കാഴ്ചശക്തി നമുക്കുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇന്ന് പല മക്കളും അന്ധതയിലാണ് കഴിയുന്നത്. ശരിക്കും ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ബുദ്ധി വെച്ച് ചിന്തിക്കുക. ഇന്ന് പല മക്കളും ദൈവത്തെ വിട്ട്, ദൈവ ആരാധനയെ വിട്ട്, ഉദാശകൾ വിട്ട്, അതോടൊപ്പം തന്നെ ദൈവത്തോടുള്ള ബന്ധം വിട്ട് പലതിൻ്റെയും പിന്നാലെ ഓടിപ്പാഞ്ഞ് നടക്കുക. എന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമല്ലേ? നമ്മുടെ കഴിവുകൾ ദൈവത്തിൻ്റെതല്ലേ? ഇത് ദൈവത്തിൻ്റെതാണെന്ന് അറിഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിനു വേണ്ടി നമ്മളൊക്കെ ജീവിക്കത്തില്ലേ? പക്ഷെ പലപ്പോഴും അത് മറന്ന് ഇത് എൻ്റേതാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ ആരോഗ്യമാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ സമ്പത്താണ്, എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ കഴിവാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ എൻ്റേത് എന്നുള്ള ഒരു ശാഠ്യ അഹങ്കാര അവസ്ഥ വരും. ഇത് അന്ധതയാണ്. ഇത് വലിയ അന്ധത. നമ്മുടെ ജീവിതം നമ്മളെ വിളിച്ചു വരുന്ന ശക്തമായ ആത്മീയമായ അന്ധതയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഈശോ ഈ അന്ധതയെക്കുറിച്ച് പറയുമ്പോൾ ഫരിസേയർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളും അന്ധരാണെന്നാണോ നീ പറയുന്നത്? ഞങ്ങളും അന്ധരാണെന്നാണോ നീ പറയണേ? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. ഒരു വലിയൊരു കാര്യമാണ് കർത്താവ് പറയുക. നിങ്ങൾ അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അന്ധരല്ല, നിങ്ങൾ കണ്ണടച്ച് അന്ധകാരമാക്കിയിരിക്കുന്നവരാ. വലിയൊരു കാര്യം നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ അന്ധരായിരുന്നെങ്കിൽ പാപം ഉണ്ടാകും, പക്ഷെ നിങ്ങൾ കണ്ണടച്ച് അന്ധരായി നടിക്കുന്നവരാ. അതായത് നിങ്ങൾക്ക് സത്യമറിയാം, നിങ്ങൾ അറിയാമെന്ന് പറയുന്നു, എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഈശോ ഫരിസേയർ ആ അന്ധനോട് പറയുന്നുണ്ടല്ലോ, അന്ധനായ കാഴ്ചയുടെ അന്ധനോട് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? വെറും പാപിയായിരിക്കും നീ ഞങ്ങളെ പഠിപ്പിക്കുന്നതോ? പ്രിയപ്പെട്ടവരെ, അവരെല്ലാം അറിയാം എന്ന് നടിക്കുന്ന അഹങ്കാരത്തിൻ്റെ അന്ധകാരം വ്യാപിച്ച് സത്യം കാണാൻ പറ്റാത്ത വിധം കഠിനമാക്കപ്പെട്ട അന്ധത അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഈശോയെ അംഗീകരിക്കാനോ, ഈശോയെ ഏറ്റുപറയാനോ, ഈശോയെ സ്വീകരിക്കാനോ, ഈശോ ചെയ്ത ശക്തമായ അത്ഭുതത്തെ അംഗീകരിച്ച് കർത്താവിനെ അംഗീകരിക്കാനോ അവർക്ക് പറ്റുന്നില്ല. അവർ അഹങ്കാരത്തിൽ, തന്നിഷ്ടമായ ആ അസൂയയിൽ, അവരുടെ ആ ഫരിസയത്വത്തിൻ്റെ അധികാരത്തിൽ അവർ അടിമപ്പെട്ട് അന്ധതയിൽ കഴിയുക. ഇത് വലിയ ആത്മീയ അന്ധതയാണെന്ന് കർത്താവ് ശക്തമായിട്ട് പറയാം. നമ്മൾ ഓരോരുത്തരും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യഥാർത്ഥമായ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് കാഴ്ചശക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതും കാണേണ്ടതും ദൈവത്തിൻ്റെ മഹത്വം കാണാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ അനന്തമായ ഇടപെടൽ, ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം, ഇതൊക്കെ മനസ്സിലാക്കി ഈ സ്നേഹത്തിലാണ്, ഈ പരിപാലനയിലാണ് എൻ്റെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബുദ്ധിയും ഈ കഴിവും ഈ കാഴ്ചയും ഈ കേൾവിയും ഈ സംസാരവും ഉപയോഗിക്കേണ്ടത്. അല്ലാതെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, എൻ്റെ ജഡിക സന്തോഷങ്ങൾക്ക് വേണ്ടിയല്ല. ഇങ്ങനെ ഒരു സത്യമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കാഴ്ച എനിക്കുണ്ടാകുമ്പോൾ ഞാൻ ശരിക്കും കാഴ്ചയുള്ളവനാണ്. പക്ഷെ പലപ്പോഴും ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ അത് മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ആത്മീയമായ അന്ധതയിലാണെന്ന് കർത്താവ് അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണണം, യഥാർത്ഥമായ സത്യം നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ കാണണം. എന്നിട്ട് അതിനനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ഇതൊക്കെ തന്നെയും ഈ കാഴ്ചയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ വലിയ എളിമയിലേക്ക് നയിക്കും, തമ്പുരാനിലേക്ക് അടുപ്പിക്കും. കാരണം ഈ സത്യമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ ആരെ അഹങ്കരിക്കണേ? ഇന്ന് സംസാരിക്കുന്ന ഞാൻ ഒരു നിമിഷം മതി സംസാര ശക്തി പോകാൻ. ഇന്ന് കാണുന്ന ഞാൻ, ഇന്ന് കേൾക്കുന്ന നീയും ഒക്കെ ഒരു നിമിഷം മതി കേൾവി ശക്തി പോകാൻ, കാഴ്ച ശക്തി പോകാൻ. എൻ്റെ സമ്പത്ത് നശിക്കാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് നമ്മൾ കാഴ്ച ശക്തിയുള്ളവരാണെങ്കിൽ ശരിക്കും കാണുക, ദൈവത്തിൻ്റെ കാരുണ്യമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ പരിപാലനയാണ് എനിക്ക് ഉള്ളത് എല്ലാം. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇത് നമ്മൾ ശരിയായ ഒരു കാഴ്ചയുള്ളവർ കാണുന്ന സത്യമായ കാഴ്ചപ്പാടാണത്. അതുകൊണ്ട് ഇത് കണ്ട് ഇത് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വലിയ എളിമയോടെ ദൈവാശ്രയത്വത്തിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കും. ഇതില്ലാത്തവൻ എന്താ? കുർബാന വേണ്ട, കുമ്പസാരം വേണ്ട, പ്രാർത്ഥന വേണ്ട, വൈദികർ വേണ്ട, ഒന്നും വേണ്ട അവർക്ക്. കുമ്പസാരം ഇല്ലാണ്ട് എങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്ക് പാപമോചനം കിട്ടും? നമ്മളൊക്കെ പാപി, നമ്മളൊക്കെ എന്തുമാത്രം പാപ ചെയ്തു കൂട്ടുന്നേ. കുമ്പസാരം ഇല്ലാണ്ട് എങ്ങനെ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടും? പാപത്തിൻ്റെ അടിമത്തത്തിൽ ഞാൻ വീണ് നശിക്കും. അപ്പോൾ ശരിയായ കാഴ്ചപ്പാടുള്ള ഞാൻ എപ്പോഴും കുമ്പസാരത്തിലേക്ക് ഓടും. ശരിയായ കാഴ്ചപ്പാടുള്ള ഞാൻ ഒരിക്കൽ പോലും ഒരു നൈമിഷിക നേട്ടത്തിനു വേണ്ടി, സമ്പത്തിനു വേണ്ടി, രോഗസൗഖ്യത്തിനു വേണ്ടി എണ്ണിപ്പറക്കി നിലവിളിച്ച് ഒരിക്കലും ഞാൻ ഓടിപ്പായത്തില്ല. കാരണം എൻ്റെ കർത്താവിൻ്റെ സ്വന്തം ഞാൻ, എൻ്റെ കർത്താവിൻ്റെ ആലയ ശരീരം, ഈ ശരീരത്തിൽ രോഗം ഉണ്ടായി നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ കാഴ്ചപ്പാടുള്ള ഞാൻ ഒരിക്കലും ആ രോഗസൗഖ്യമല്ല, പിന്നെയോ എൻ്റെ ശരീരം ദൈവകൃപയാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ദൈവിക ചൈതന്യത്താൽ, വിശുദ്ധിയാൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഏറ്റവും ആദ്യം എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഓടിച്ചെന്ന് എന്നെ തന്നെ വിശുദ്ധീകരിച്ച് കുമ്പസാരിക്കും. അതാണ് ആത്മീയമായ ശരിയായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ കാഴ്ച ശക്തി. അവനെപ്പോഴും അവന് പുരോഹിതർ വേണം. ഇന്ന് പല മക്കൾക്കും വൈദികർ വേണ്ട. ഞാൻ ഓർക്കാറുണ്ട്, ഒരു വൈദികനില്ലാതെ എനിക്ക് എങ്ങനെ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പാപമോചനം നേടാൻ പറ്റും? കർത്താവിൻ്റെ അധികാരം ഓരോ പുരോഹിതനും നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മോട് പറയുന്നുണ്ട്, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ നിന്റെ എല്ലാ പാപങ്ങളും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കടങ്ങൾ മോചിച്ചിരിക്കുന്നു. ഈ മോചനം എനിക്ക് കിട്ടണം. ഞാൻ പാപിയ, ഞാൻ പുരോഹിതനാ, പക്ഷെ പാപിയ, ബലഹീനനാ. അതുകൊണ്ട് എനിക്ക് കുമ്പസാരിക്കാൻ ഒരു വൈദികന് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൈദികൻ എനിക്ക് വേണം, വിശുദ്ധ കുർബാന എനിക്ക് വേണം. ഈശോ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കാതെ, എൻ്റെ രക്തം പാനം ചെയ്യാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ല മക്കളെ. അപ്പോൾ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ചേ പറ്റൂ. എങ്ങനെ നമുക്ക് വിശുദ്ധ കുർബാന വേണ്ട? ഇന്ന് പല മക്കൾക്കും കുർബാന വേണ്ട, വിശുദ്ധ കുർബാന സ്വീകരിക്കത്തേയില്ല. വർഷങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ധ്യാനത്തിന് വന്ന ഒരു സഹോദരൻ 15 വർഷമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. കല്യാണം കാലത്തിൻ്റെ അന്ന് കുമ്പസാരിച്ചത്, ആ ദിവസങ്ങളിൽ കുമ്പസാരിച്ചതാ. പിന്നെ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മനുഷ്യൻ കുമ്പസാരിക്കുന്നത്. ഇന്ന് വിവാഹ ജീവിതം തകർന്ന് ആ വിവാഹമോചനത്തിൻ്റെ വക്കിൽ കേസിൽ നിൽക്കുമ്പോൾ അവൻ ഇന്ന് തിരിച്ചറിഞ്ഞു കുമ്പസാരത്തിൻ്റെ ആവശ്യകത. അവനിപ്പോൾ ധ്യാനം കൂടി കുമ്പസാരിച്ച് ഇന്ന് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ കുടുംബജീവിതം വീണ്ടും ഒരുമിപ്പിച്ച് തരണമേ എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം വേണ്ട, വിശുദ്ധ കുർബാന വേണ്ട, ഇനി പ്രാർത്ഥന. ഇന്ന് കുടുംബ പ്രാർത്ഥനയുണ്ട് പല വീടുകളിലും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന വേണ്ട, അതിനൊന്നും പ്രാധാന്യമില്ല. ശരിക്കും ആത്മീയമായ കാഴ്ച ശക്തിയുള്ളവൻ, ദൈവത്തിൻ്റെ ദാനമാണ് എൻ്റെ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞവൻ,
അവൻ എപ്പോഴും ഇതിലൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കും. ഇല്ലാത്ത, അതാണ് കർത്താവ് പറഞ്ഞേ, കാഴ്ചയുള്ളവർ അന്ധരായി തീർന്നിരിക്കുന്നു. ഈ അന്ധത ബാധിച്ചാൽ പിന്നെ അവൻ്റെ ഏറ്റവും വലിയ അടയാളം ഇതാണ്: അവൻ ഇതൊന്നും വേണ്ട, ദൈവം വേണ്ട, പ്രാർത്ഥന വേണ്ട, കുമ്പസാരം വേണ്ട, കൂദാശ വേണ്ട, വൈദികർ വേണ്ട, ഇനി സഭയും വേണ്ട അവർക്ക്. എന്തിനാ സഭ? പള്ളി പോകത്തില്ല, സഭ വേണ്ട, വിശ്വാസം വേണ്ട, ഒന്നുമില്ലാത്ത ഗതികെട്ട ദുരന്തം. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ വർഷത്തിൽ പ്രത്യേകമായിട്ടും ഒരു കാഴ്ച ശക്തി ഉള്ളവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ഈ ആത്മീയമായ അന്ധത മാറണം. ഇന്ന് ഈ ആത്മീയ അന്ധത പല മക്കളെയും കുടുംബങ്ങളെയും ഇവൻ പൗരോഹിത്യത്തെയും സമർപ്പണ ജീവിതത്തെ പോലും ഒത്തിരിയേറെ ലോകത്തിലേക്കും ജഡത്തിലേക്കും സ്ഥാനമാനങ്ങളിലേക്കും പൈശാചികമായ സ്വഭാവങ്ങളിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കാഴ്ച ശക്തി വേണം. ഈശോ പറയുക, നമ്മൾ ആത്മീയ അന്ധതയിൽ കഴിയാൻ പാടില്ല. ശരിക്കും കാണണം എന്താണ് സത്യമെന്ന്, അതിനനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ നമുക്ക് കടന്നു വരാം. കർത്താവേ, ശരിയായൊരു കാഴ്ച ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ശരിയായ ഒരു കാഴ്ച ശക്തി, ഈ ആത്മീയ അന്ധത മാറി യഥാർത്ഥമായൊരു കാഴ്ച ശക്തി നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അവിടുന്ന് പ്രത്യേകമാവിധം അനുഗ്രഹിക്കണമേ. യഥാർത്ഥമായ ആത്മീയമായ ഒരു കാഴ്ച ശക്തി അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും ഈ ലോകത്തിൻ്റെ കണ്ട്, ജഡത്തിൻ്റെ കാര്യങ്ങൾ കണ്ട് കേട്ട് മനസ്സിലാക്കി യഥാർത്ഥമായ ആത്മീയമായ കാര്യങ്ങൾ കാണാൻ കഴിയാതെ അന്ധതയിൽ കഴിയുന്നവരെ ഞങ്ങളൊക്കെ. തമ്പുരാനെ, യഥാർത്ഥമായ സത്യം ഞങ്ങൾ കാണട്ടെ. ഞങ്ങളുടെ അഹങ്കാരത്തിൻ്റെ, ഞങ്ങളുടേതായ തന്നിഷ്ട സ്വഭാവത്തിൻ്റെ, വാശിയുടെ എല്ലാ അവസ്ഥകളും ഞങ്ങൾ വിട്ടുപോകട്ടെ കർത്താവെ. ആ ശരിയായ കാഴ്ചപ്പാടിലൂടെ അങ്ങയിലേക്ക് അടുക്കാനും അങ്ങയോട് ഐക്യപ്പെടാനും അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള വലിയൊരു അനുഗ്രഹം അവിടെ ഞങ്ങൾക്ക് നൽകണമേ. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴും ആത്മീയമായ കാഴ്ച ശക്തിയോടെ, ശാന്തതയിൽ, നിശബ്ദതയിൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്ന കുരിശിൻ ചുവട്ടിൽ ആ വലിയ കാഴ്ച ശക്തിയിൽ ധീരതയോടെ നിന്ന പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ കൃപ ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.